Hi everyone, Business Buzzന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് HDFC ക്രെഡിറ്റ് കാർഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ പുതിയതായിട്ട് ഒരു HDFC ക്രെഡിറ്റ് കാർഡിന് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ ഞാൻ ഇന്റർനെറ്റ് ബാങ്കിങ്ങിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ മുകളിൽ കാർഡ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ അപ്ലൈ നൗ ഫോർ എൻ HDFC ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സ്ക്രീൻ ഇതുപോലെയാണ്. ഇനി ഇതല്ലാതെ മറ്റൊരു ഓപ്ഷനാണ് നമ്മുടെ HDFC ബാങ്കിലായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിക്കും അതുപോലെ തന്നെ ഇമെയിൽ ഐഡിക്കും മെസ്സേജസ് വരും. അതായത് പ്രീ അപ്രൂവ്ഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ്സ് HDFC നിങ്ങൾക്കായിട്ട് റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ലിങ്ക്സ് മുഖാന്തരം ഇതേ പേജിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ലിങ്ക്സ് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് പ്രോപ്പറായിട്ട് HDFCയിൽ നിന്ന് തന്നെയാണ് ആ ഒരു ഇമെയിൽ അല്ലെങ്കിൽ SMS വന്നിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഇതുപോലെ നെറ്റ് ബാങ്കിങ് ലോഗിൻ ചെയ്തതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ഒരു സ്ക്രീനിലേക്ക് എത്തുന്നതായിരിക്കും നല്ലത്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം, അതായത് ക്രെഡിറ്റ് കാർഡ് കിട്ടിയേ പറ്റൂ എന്നുള്ളൊരു അത്യാവശ്യ സിറ്റുവേഷനിൽ മാത്രം നിങ്ങളിത് അപ്ലൈ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സെന്ന് നോക്കാനോ നിൽക്കാതെ നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾ ഒന്ന് ഈ ഒരു അപ്ലിക്കേഷൻ പ്രോസസ്സ് ഇനീഷ്യേറ്റ് ചെയ്യാം. അതായത് കംപ്ലീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് തുടങ്ങാം. എങ്ങനെയാണ് എന്താണെന്നുള്ള ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസൊക്കെ നെറ്റ് ബാങ്കിങ്ങിൻ്റെ ഓപ്ഷൻ ഉപയോഗിച്ചിട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ പുതിയതായിട്ട് HDFC ബാങ്കിൽ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തേക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്രീ അപ്രൂവ്ഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ്സ് നിങ്ങൾക്ക് അവൈൽ ചെയ്യാം ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് മെസ്സേജസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ബാങ്കിൽ നിന്ന് തന്നെയുള്ള മെസ്സേജസ് ആണെന്നുണ്ടെങ്കിൽ കൂടി ഉടനടി തന്നെ അപ്ലൈ ചെയ്യാതെ അങ്ങനെയുള്ള ഇമെയിൽസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളത് ഡെഫിനറ്റ് ആയിട്ട് അത് വായിച്ച് നോക്കുക. എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾ അറിയിക്കുക, പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യേണ്ട. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനീഷ്യലി നമുക്കിതുപോലെ ബാങ്ക് ഓഫേഴ്സ് നൽകുമ്പോൾ ഒരു ആനുവൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ചാർജസ് ഒക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ ഇപ്പോൾ ഈ കാണുന്നത് ചിലപ്പോൾ 1500 ആമസോൺ വൗച്ചർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. അപ്പം ആദ്യം തന്നെ നമ്മൾ അതിനകത്ത് ഇൻട്രസ്റ്റ് കാണിക്കാതെ അത് ഹോൾഡ് ചെയ്ത് വെക്കാം. പയ്യെ അവർ തന്നെ നമുക്ക് ഈ ഒരു എന്താ പറയുക കാർഡ് ഫ്രീ ആയിട്ട് ഓഫർ ചെയ്യും. ഒരു ആനുവൽ ചാർജസും ഇല്ലാതെ ഇതുപോലെ വൗച്ചേഴ്സൊക്കെ ഓഫർ ചെയ്തുകൊണ്ട് അവർ നല്ല ഓഫേഴ്സായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരും. അപ്പോൾ ആ ഒരു സമയത്ത് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പോൾ ഈ അത്യാവശ്യ ഘട്ടത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊന്നും വെയിറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. എത്ര 750 റുപ്പീസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ഒരു പക്ഷേ അവൈൽ ചെയ്യാം. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട് ഇതുപോലെ നിങ്ങൾ ചെയ്താൽ മതിയാവും. അപ്പോൾ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താലും ഇതുപോലെ തന്നെയാണ് സ്ക്രീൻ നിങ്ങൾക്ക് ലഭിക്കാം. ഇതുപോലെ അവർ ലാസ്റ്റ് 2 days to go എന്നൊക്കെ കാണിക്കാറുണ്ട്, പക്ഷേ എനിക്കിപ്പോഴും ഓഫേഴ്സ് ലഭിക്കാറുണ്ട്. ഞാനിതുവരെ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഗെറ്റ് OTP എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് SMS വഴി ലഭിച്ചിട്ടുള്ള OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വ്യൂ യുവർ കാർഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ നമുക്ക് ഏതൊക്കെ കാർഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് കാണിക്കും. അപ്പോൾ ഓരോ കാർഡ്സിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളത് താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഗോ ത്രൂ ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാർഡ് ഏതാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ആനുവൽ ഫീസ് അല്ലെങ്കിൽ റിന്യൂവൽ ഫീസ് വേവ് ചെയ്തിട്ടുണ്ട്. ഈ കാർഡിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇവിടെ മോർ ബെനിഫിറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ കാർഡിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കാർഡ് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതെല്ലാം പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റിവാർഡ് പോയിൻറ്റ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കൊരു റിവാർഡ് പോയിൻറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ബിൽ പേയ്മെൻറ്റ്സ് ചെയ്യാനായിട്ട് ഇതേ റിവാർഡ് പോയിൻറ്റ്സ് നമുക്ക് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്തിട്ട്, അതായത് റിഡീം ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാ ഡീറ്റെയിൽസും പ്രോപ്പറായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ഐ കൺഫേം ദാറ്റ് ഐ ഹാവ് റെഡ്, അണ്ടർസ്റ്റുഡ് ആൻഡ് അഗ്രീ ടു ദ കാർഡ് പ്രൈസ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കൺഫേം യുവർ ഡീറ്റെയിൽസ് എന്ന ടാബിലേക്കായിരിക്കും നമ്മൾ വരുന്നത്. അപ്പോൾ അവിടെ
നെയിം, അഡ്രസ്സ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് വെരിഫൈ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്കത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് അഡ്രസ്സിലേക്കാണോ ക്രെഡിറ്റ് കാർഡ് ഡിസ്പാച്ച് ആക്കേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 to 3 വീക്സിൽ തന്നെ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ലഭിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയാണ് HDFCയിലെ ക്രെഡിറ്റ് കാർഡിനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം.